തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് റിസോർട്ട് കൂടി രാഷ്ട്രീയത്തിൽ കടന്നു വരും. നാം ഇത് കണ്ടിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്, കർണാടകത്തിൽ കണ്ടിട്ടുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇന്ന് വരെ അതിന്റെ ആവശ്യം ഒരു പാർട്ടിക്കും വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചിരിക്കുന്നു. ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വിജയ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ TVKയിൽ ജയിച്ചു വരുന്ന MLA മാർക്ക് വേണ്ടിയിട്ടാണ് 100ഓളം മുറികൾ റിസോർട്ടിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ജയിക്കുന്ന MLA ഉടനടി ഈ റിസോർട്ടിൽ എത്തണം, മറ്റാരുമായി ബന്ധം പുലർത്താൻ പാടില്ല, പാർട്ടിയുടെ നേതാക്കൾ ആരും തന്നെ ആരുമായി സംസാരിക്കാൻ പാടില്ല, ഫലം പൂർണ്ണമായി പുറത്തു വന്നതിന് ശേഷം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും പാർട്ടിയുടെ പ്രതികരണം ഉണ്ടാകുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, AIADMKയുടെ നേതൃത്വം TVKയുടെ നേതൃത്വവുമായി ചില ചർച്ചകൾ നടത്തിയെന്ന്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ ജയിക്കുന്ന MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും 100 റൂമുകൾ മാത്രമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 120 വരെയൊക്കെ സർവേകളിൽ പറഞ്ഞിരുന്നു. 100 സീറ്റ് കൊണ്ട് തമിഴ്നാട് ഭരിക്കാനും കഴിയില്ല. 100 സീറ്റ് എന്ന് പറയുമ്പോൾ MLA-മാർ മാത്രമായിരിക്കില്ലല്ലോ താമസിക്കുന്നത്. അതോ ഇനി ഒരു മുറിയിൽ അനവധി പേരുണ്ടാകുമോ എന്നും അറിയില്ല. ഏതായാലും BJPക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന, തമിഴ്നാട്ടിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടേണ്ട എന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക എന്നും ആവശ്യങ്ങളിൽ മാത്രം ഇടപെടുക എന്നുമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ സംസ്ഥാന ഘടകം മൗനത്തിലാണ്. അവർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു. കാരണം അവർക്ക് തന്നെ അറിയാം, ഒരു നിർണായക ഘട്ടം വന്നാൽ അവർക്ക് ഒരു റോൾ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.